സുദേവായ. ദശകം 5 ശ്ലോക 10. ഖണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാഹാ നിർഭിന്ദൻ അകൃതാഃ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈഃ കരപാദമൂർധനിഭൈഃ നിശേഷ ജീവാത്മകോ നിർബാധകദസി മരുത്പുരാധിപ സഹമാം ത്രായസ്വ സർവ ആമയാത്. അണ്ഡം എന്നാൽ ആ മുട്ട, ഭഗവാൻ സൃഷ്ടിച്ച ആ സ്വർണ നിറത്തിലുള്ള മുട്ട. തത് ആ, ഖലു സ്വർണമയമായ, പൂർവ ആദ്യത്തെ, സൃഷ്ട സൃഷ്ടി കർമ്മം, സലിലെ കാരണജലം, തിഷ്ടത് കിടന്ന, സഹസ്രം സഹസ്രം, ഹസ്രം എന്നാൽ 100, സഹസ്രം എന്നാൽ 10 ഗുണം 100, അത് 1000. സമാഹ സംവത്സരം, നിർഭിന്ദൻ നിശേഷം വിഭജിച്ച് വിഭജിച്ച്, അകൃതാഹ രൂപങ്ങൾ, ചതുർദശ 14 ജഗത് രൂപം ഭുവനങ്ങൾ, വിരാടാഹ്വയം വിരാട് എന്ന പേരുള്ള, സഹസ്രൈഹി ആയിരക്കണക്കിന്, കരപാദമൂർധ കൈ കാൽ ശിരസ്, നിവഹൈഹി ഉള്ളവനായിട്ട്, നിശേഷ സമസ്ത, ജീവാത്മക ജീവജാലങ്ങൾ, നിർബാധക നന്നായി വിളങ്ങുന്ന, അസി ഭഗവാൻ, മരുത്പുരാധിപ ഗുരുവായൂരപ്പ, സഹ കൂടെ, മാം എന്റെ, ത്രായസ്വ രക്ഷിച്ചാലും, സർവ എല്ലാ, ആമയാ ഗുണങ്ങളെയും. അണ്ഡം തത്കലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാഹാ നിർഭിന്ദന്നകൃതാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിഭൈ നിശേഷ ജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. ഇവിടെ ഭഗവാൻ പല വിധത്തിലുള്ള ഒരു കാരണജലത്തെ അങ്ങനെ സൃഷ്ടിക്കുന്നു. അവിടെ ഈ സ്വർണമയമായ ആ മുട്ടയെ എന്ത് ചെയ്യുന്നു? ആ കാരണജലത്തിലേക്ക് ഇടുന്നു. ആ മുട്ട കാരണജലത്തിൽ 1000 സംവത്സരം കിടക്കുന്നു. അതിനുശേഷം 14 ഭുവനങ്ങളിൽ ഈ വിരാട് പുരുഷൻ, അതായത് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ, 1000 കണക്കിനുള്ള കൈ, 1000 കണക്കിനുള്ള കാൽ, 1000 കണക്കിനുള്ള ശിരസ് ഉള്ളവനായി മാറുകയും സമസ്ത ജീവജാലങ്ങളാൽ നന്നായി വിളങ്ങുകയും, അങ്ങനെ അവിടെ സൃഷ്ടിയുടെ ആദ്യ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആദ്യത്തെ സൃഷ്ടി നടന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗങ്ങളിലെയും നിന്നും എന്നെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അധ്യായം അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയാണോ ഒരു സൃഷ്ടി തുടങ്ങുന്നത്, ഈ ലോകത്തിൽ ആദ്യത്തെ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു അണ്ഡത്തെ ഭഗവാൻ, സ്വർണമയമായ അണ്ഡത്തെ ഉണ്ടാക്കുകയും അത് കാരണജലത്തിൽ പല സംവത്സരോളം അതിനെ വെക്കുകയും അങ്ങനെ വിരാൾ പുരുഷോൽപത്തി ഉണ്ടാവുകയും അങ്ങനെ ആ രൂപത്തിൽ പല സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദശകത്തിൽ ഭഗവാന്റെ വിരോൾ പുരുഷോൽപത്തിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.